കൊല്ലം തങ്കമ്മ കൊലക്കേസിൽ കൊലയാളിയെ കുടുക്കിയത് പോലീസിന് കിട്ടിയ ഒരു രഹസ്യ വിവരമാണ്. ഒപ്പം മീൻപിടുത്ത വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന തരം കയറ്, കല്ലുകെട്ടാൻ ഉപയോഗിച്ച രീതി, ഇതൊക്കെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധമുള്ള ആളാണ് കൊലയാളിയെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു. കവർച്ചാ സ്വർണം വിറ്റതുമായി ബന്ധപ്പെട്ട വിവരം കൂടി പോലീസിലെത്തിയതോടെ പ്രകാശിന് പിടിവീണു. കൊല്ലപ്പെട്ട തങ്കമ്മയുടെ വീട്ടിലടക്കം വിവിധയിടങ്ങളിൽ കൊലയാളി എത്തിച്ച തെളിവെടുത്തു. തങ്കമ്മയുടെ ആഭരണങ്ങൾ വിറ്റതിന് ലഭിച്ച പണം പ്രകാശിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. 6 പവൻ സ്വർണത്തിനു വേണ്ടി നടത്തിയ കൊലപാതകമെന്ന പ്രകാശിന്റെ കുറ്റസമ്മത മൊഴി. ശാന്തമായൊരു നാട്ടിൽ ഇങ്ങനൊരു കുറ്റകൃത്യം ആരും കരുതിയിരുന്നില്ല. 80കാരിയെ കൊലപ്പെടുത്തിയ രാത്രി അവിടെ കനത്ത മഴയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഒരു നിലവിളി പോലും നാട്ടുകാർ ആരും കേട്ടില്ല. അറിയാവുന്നതല്ലാതെ ഇത് സംഭവിക്കത്തില്ലല്ലോ. രാത്രിയിലാണ് ഇത് സംഭവം നടന്നത്. അന്ന് ഭയങ്കര മഴയാണ്, ഞായറാഴ്ച രാത്രിയിൽ. ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറയുകയൊക്കെ ഈ മാലയൊന്നും എടുത്തിട്ടുണ്ട് നടക്കരുത്, ഇപ്പം പിടിച്ചു പറി കാലമാണെന്ന് പറഞ്ഞു. അവരത് പേടിച്ച് മാലയും മോതിരം ഏതാണ്ട് സാധനം എടുത്ത് അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടി. പിന്നെ 3-4 വള ഊരാനൊക്കത്തില്ലായിരുന്നു. 2 പവൻ്റെയൊക്കെ വീതമായിരുന്നു വള. അത് അവിടെ കയ്യാക്കുള്ളുണ്ടായിരുന്നു. ഒരു കമ്മലും. അത് രാത്രിയിലാണ് ഈ സംഭവം നടന്നത്. കാണാതായതിന്റെ 2ാം ദിനം കായലിൽ പൊന്തിയ മൃതദേഹം കരയ്ക്കടുപ്പിക്കുമ്പോൾ തങ്കമ്മയുടെ ശരീരത്ത് ഒരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. മൃതദേഹം പൊങ്ങാതിരിക്കാൻ കല്ലു കെട്ടി താഴ്ത്തിയിരുന്നു. ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായതോടെ മോഷണത്തിനിടെ നടത്തിയ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു. ഒരു കാര്യം കൂടി അന്നേ വ്യക്തമായിരുന്നു: അജ്ഞാതർ വന്നുപോയിട്ടില്ല. നന്നായി അറിയാവുന്ന ആരോ ഒരാൾ. മൃതദേഹം പുറത്തെടുക്കുന്നത് മുതൽ എല്ലായിടത്തും സജീവമായിരുന്നു തങ്കമ്മയുടെ അയൽവാസി പ്രകാശൻ. ആർക്കും സംശയമൊന്നും തോന്നിയതേയില്ല. പക്ഷേ പോലീസിന് കൃത്യമായൊരു തുമ്പ് കിട്ടി. അതിൽ പിടിച്ചു കയറിയതോടെ കൊല നടന്ന ദിവസങ്ങൾക്കുള്ളിൽ കൊലയാളി പോലീസ് പിടിയിലായി. ഞായറാഴ്ച രാവിലെ തങ്കമ്മയുടെ വീട്ടിലെത്തി ഗ്യാസ് സിലിണ്ടർ അകത്തെടുത്തു വെക്കാൻ സഹായിച്ചതാണ് പ്രകാശൻ. ശേഷം രാത്രിയോടെ കനത്ത മഴയുള്ളപ്പോൾ അയാൾ വീണ്ടുമെത്തി. TV കാണുകയായിരുന്ന തങ്കമ്മയുടെ മുഖത്ത് തലയിണ കൊണ്ടമർത്തി. താഴെ വീണ തങ്കമ്മയുടെ 2 കൈകളിലുമുണ്ടായിരുന്ന വളകളും മോതിരവും എടുത്തു. തലയിണയ്ക്കടിയിൽ സൂക്ഷിച്ചിരുന്ന മാലയും കാതിലെ കമ്മലും എടുത്തില്ല. തുടർന്ന് തങ്കമ്മ ഇട്ടിരുന്ന കൈലിയും തോർത്തും ഉപയോഗിച്ച് കൈകാലുകൾ ബന്ധിച്ചു. കയ്യിൽ കരുതിയിരുന്ന കയറുപയോഗിച്ച് കാലിലും നെഞ്ചിലും തലയിലും കല്ലുകൾ കെട്ടി. തങ്കമ്മയുടെ ശരീരം വള്ളത്തിൽ കയറ്റി കായലിൽ തള്ളി. കാലിലെയും നെഞ്ചിലെയും കല്ലുകൾ ശരീരത്തിൽ നിന്ന് ഊരിപ്പോയിരുന്നു. പ്രകാശിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ സ്ത്രീകൾ അടക്കമുള്ള നാട്ടുകാർ പ്രകോപിതരായിരുന്നു. കൊല്ലപ്പെട്ട തങ്കമ്മയുടെ കനകക്കുന്ന് ജെട്ടിക്കെടുത്ത വീട്, പ്രതി പ്രകാശന്റെ വീട്, തങ്കമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ കട എന്നിവിടങ്ങളിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തി. തങ്കമ്മയുടെ വീട്ടിലെത്തിയത് മുതൽ സംഭവിച്ചതെല്ലാം കൊലയാളി പോലീസിനോട് വെളിപ്പെടുത്തി. തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചതും പിന്നാലെ ബോധരഹിതയായ തങ്കമ്മ മരിച്ചെന്നു കരുതിയാണ് ശരീരം കായലിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നെല്ലാം അന്വേഷണ സംഘത്തോട് പ്രകാശൻ കുറ്റസമ്മതം നടത്തി. പ്രകാശനാണ് കൊലയാളിയെന്ന നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ഇദ്ദേഹത്തെപ്പറ്റി ഒരു ചിന്തയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് ഇത് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ആളുകളൊക്കെ തമ്മിൽ വളരെ സൗഹാർദ്ദമായിട്ട് കഴിഞ്ഞൊരു നാട്ടിൽ ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഇവിടുത്തെ ചെറുപ്പക്കാരും നാട്ടുകാരെല്ലാം ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസിനോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തു. കേരള പോലീസിനെ ഈ നാട്ടുകാരുടെ പേര് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാരാണെന്ന് അറിയാൻ വയ്യാതെ പലരെയും സംശയത്തിൻ്റെ തെരലിലേക്ക് കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഇങ്ങനൊരാൾ ഇത് ചെയ്യുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ പോലീസ് വളരെ കൃത്യമായി അവിടെ എത്തുകയും ഇങ്ങനൊരു ഇത് ചെയ്തതിന് ഈ നാട്ടുകാരുടെ പേരിൽ കേരള പോലീസിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു.
സ്വർണ്ണാഭരണങ്ങൾ വിറ്റുകിട്ടിയ പണവും പ്രകാശൻ മറ്റൊരാളിൽ നിന്ന് വാങ്ങി പണയം വെച്ച സ്വർണ്ണമാല തിരിച്ചെടുത്തതും പ്രകാശിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് പ്രതി പ്രകാശൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഞായറാഴ്ച വൈകിട്ട് മുതൽ കാണാതായ തങ്കമ്മയുടെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെയാണ് കായംകുളം കായലിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. തങ്കമ്മയും വീടും നന്നായി അറിയുന്നവരാണ് കൊലപാതകിയെന്ന നിഗമനത്തിലായിരുന്ന പോലീസിന്റെ അന്വേഷണമാണ് പ്രകാശനിൽ എത്തിച്ചേർന്നത്. മീൻപിടുത്ത വള്ളങ്ങളിൽ ഉപയോഗിക്കുന്ന തരം കയറും കല്ല് കെട്ടാൻ ഉപയോഗിച്ച രീതിയും മത്സ്യബന്ധന മേഖലയുമായി ബന്ധമുള്ള ആളാണ് പ്രതിയെന്ന സംശയം ബലപ്പെടുത്തി. പ്രകാശൻ സ്വർണം വിറ്റതുമായി ബന്ധപ്പെട്ട ചില രഹസ്യ വിവരങ്ങളും പോലീസിലെത്തിയിരുന്നു. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായതോടെയാണ് പ്രകാശിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഒടുവിൽ പോലീസിന് മുൻപിൽ താൻ ചെയ്ത കുറ്റകൃത്യം അയാൾ ഏറ്റുപറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.